ഇപ്പം നമ്മുടെ ഐന്യൂസിന് ഈ ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്തതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒറ്റക്കൊക്കെ തീരുമാനം എടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ മക്കൾ. ഞാൻ ആദ്യം അവൾക്ക് ഷോർട്ട്സും ബനിയനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് ഫ്രോക്ക് ഇടാനായിരുന്നു താല്പര്യം. അതിൻ്റെ ആ ഒരു ദേഷ്യവും വാശിയൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ഞാൻ ഡ്രസ്സ് ബാഗിൽ വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചിരുത്തിയേക്കണം കേട്ടോ. ആ ഒരു ദേഷ്യം കണ്ട മുഖത്ത് ആൾ ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ആളെ വീഡിയോ എടുക്കാനൊന്നും വിളിച്ചിട്ടൊന്നും ആൾ വരുന്നുണ്ടായിരുന്നു ില്ലേ. ആൾക്ക് എന്തായാലും ആ ഡ്രസ്സ് ഇട്ടേ തീരും. പക്ഷെ എനിക്ക് ഇവളിങ്ങനത്തെ മോഡൽ ഡ്രസ്സ് ഇടാനായിട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ വീണ്ടും ഞാൻ ഡ്രസ്സൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഒരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചേരാണ്ടായപ്പോൾ ഞാൻ വീണ്ടും വേറൊരു ടീഷർട്ട് ഗ്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതിട്ടിട്ട് ഞാൻ പിന്നെ ഇറങ്ങി കേട്ടോ. കാരണം ഐന്യൂസിന് അപ്പോഴത്തേക്കും ദേഷ്യം വന്ന് അവൾ കുറേ നേരമായിട്ട് ഒരുങ്ങി നിൽക്കുന്നത്. കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറേ നേരമായി ഇങ്ങനെ കണ്ണാടിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ലാസ്റ്റ് അവസാനം അവൾ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവളുടെ ബാഗിലാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഡ്രസ്സും ആയിട്ടാട്ടോ ഞാൻ ഇതേ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഐന്യൂസ് ഇതേ ഒറ്റക്ക് നടന്ന് പോകുന്നുണ്ട് കേട്ടോ. ബസ്സിലോട്ടൊന്നും കയറുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ വീടെത്തിയപ്പോൾ ഉമ്മ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുക്കളയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളേതായ ഒരു ശൈലിയായിരിക്കും. ഞാൻ വേഗം തന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തതൊക്കെ ആയിട്ട് ചോറല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഉമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ട്, പരിപ്പ് ചൂടാക്കി വെച്ചിട്ടുണ്ട്, മീൻ വറുക്കണം, എല്ലായിടത്തും കഴിക്കണം, കൊച്ചിന് കൊടുക്കണം എന്നൊക്കെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊച്ചിന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. എനിക്കാണെന്നുണ്ടെങ്കിൽ മീൻ വറുത്തത് കണ്ടപ്പോൾ ചപ്പാത്തിയും പരിപ്പും കഴിക്കാനായിട്ട് തോന്നിയത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ മുട്ട ഓംലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്ന് ഉറങ്ങാൻ കിടക്കാണ് കേട്ടോ. ഇവിടെ ആരുമില്ല, ഞങ്ങൾ മാത്രമുള്ള പ്രേതമ്മരിവിടെ ഉറങ്ങാം നമുക്ക്. ചക്കരമുത്താണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീട്ടിൽ ബൈ.